ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് മസിനഗുഡി സീരീസാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് മസിനഗുഡി. അപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു യാത്ര. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ആർഭാടമായിട്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പത്തിരി, പിന്നെ നെയ് പത്തൽ, പിന്നെ ബീഫ്, ഇതെല്ലാം കേട്ടോ കഴിച്ചത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള 1980 എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ലിങ്ക്, ആ ഹോട്ടലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല യമ്മി, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരാൾ അതാ അവിടെ വെയിറ്റ് ചെയ്ത് നമ്മളെ നിൽക്കുന്നുണ്ട്. ചെന്ന് കയറിയപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇതാരാ നോക്കൂ, എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കൂ. പക്ഷേ അടുത്തേക്ക് പോയാൽ അപ്പം പറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു അനക്കോ സൗണ്ടോ കേട്ടാൽ അപ്പം ഓടിപ്പോകും കേട്ടോ. എന്നാലും വന്നപ്പോൾ തന്നെ ഇത് കണ്ടപ്പോഴുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അതായത് നമ്മൾ സിറ്റിയിലൊക്കെയാണ് നിൽക്കുന്നത്, ഇങ്ങനെ ഉള്ളോട്ടേക്ക് വരുമ്പോൾ ഇങ്ങനെ ആനിമൽസിനെയൊക്കെ കാണുമ്പം ആ അറ്റ്മോസ്ഫിയർ എല്ലാം അത് ഭയങ്കര, എന്താ പറയുക, ഭയങ്കര റിലാക്സിങ് ആണ് അല്ലേ. അപ്പോൾ ഇതാ നോക്കൂ, ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത റിസോർട്ട്. അപ്പോൾ റിസോർട്ടിൻ്റെ നെയിം ഞാൻ ലാസ്റ്റ് റിവീൽ ചെയ്യും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഫാം ലാൻഡിൻ്റെ നടുക്കാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ കുറേ റിസോർട്ട്സിൽ നിന്നിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ഇതൊരു ഫാം ലാൻഡിൻ്റെ നടുക്കാണ്. ഒരുപാട് ഫാമിംഗ് ഉണ്ട്, മറ്റേ ബ്രിഞ്ചോൾ, പിന്നെ കോക്കനട്ട് എല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം റെൻറ്റ്. എനിക്കറിയില്ല ഇത് കൂടുതലാണോ എന്ന്, പക്ഷേ ഇതിലും കുറവിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് സ്ലൈറ്റ്ലി കൂടുതലാണ്. മേ ബി സീസൺ ടൈം ആയതിനെ കൊണ്ട് ആയിരിക്കും. പക്ഷേ റൂമൊന്നും ഒരു കുറ്റവും പറയാനില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ ഇതാണ് ബെഡ്റൂം. അപ്പോൾ ഇതാണ് ബെഡ്റൂം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏരിയ ഏതാണെന്നറിയോ? ഈ ബാൽക്കണി. പുറത്തേക്ക് നോക്കിയാൽ എൻ്റെ അമ്മോ, അടിപൊളി, നല്ല റിലാക്സേഷനാണ്. തെങ്ങിൻ തോപ്പ്, പിന്നെ ബ്രിഞ്ചോളിൻ്റെ ഫാം, പിന്നെ പല പല ടൈപ്പ് പൂക്കൾ, പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ, എന്താണെന്നറിയോ? പാവക്കേൻ്റെ ഫാം, വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ ഫാം ലാൻഡിൻ്റെ നടുക്കാണ്. പക്ഷേ ഇങ്ങനെ ആയാലും ഇതിൻ്റെ ഫ്രണ്ടിലൊരു ലേക്ക് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണില്ല, എന്നാലും വരുന്ന വഴിക്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകാൻ അനുമതിയില്ല, കാരണം അവിടെ ആന ഇറങ്ങും, പിന്നെ കരടി, ലെപ്പേർഡ്, അങ്ങനെ പല സ്പോട്ടിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഫെൻസിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ റിസ്ക് എടുത്ത് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒറ്റയ്ക്കൊക്കെ പോകുന്നത് സേഫ് ആയിരിക്കില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇത്. കാണുമ്പോൾ വളരെ ശാന്തമായി തോന്നുമെങ്കിലും കുറച്ച് അപകടകരമാണ്. പക്ഷേ റിസോർട്ട് പ്രമൈസസിലൊന്നും പേടിക്കണ്ട കേട്ടോ, കാരണം ഫെൻസിങ് എല്ലാം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പറയുന്നത് ആ പുറത്തുള്ള കുറച്ച് സ്ഥലമുണ്ട്, അവിടുത്തെ കാര്യങ്ങളാണ്. ഇതാരാം നോക്കിക്കേ. അപ്പോൾ ഇതാണ് ബ്ലാക്ക് ലങ്കൂർ. അപ്പം ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ? ഇത് പ്രധാനമായിട്ട് കഴിക്കുന്നത് ഇലകൾ, പൂക്കൾ, പഴങ്ങളാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോൾ അതാ കഴിക്കുന്നത്. ഇപ്പം നമ്മളവിടെ അരിമുല്ല എന്ന് പറയില്ലേ, അതിൻ്റെ ലീവ്സും ആ പൂവൊക്കെയാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇതെപ്പോഴും ഒരു ഗ്യാങ് ആയിട്ടാണ് ഉണ്ടാവുക, അതായത് 10ഓ 20ഓ അംഗങ്ങളുള്ള ഒരു കൂട്ടായിട്ട്. അതിനൊരു ലീഡർ വേറെ ഉണ്ടാവും കേട്ടോ, അത് ആൺകുരങ്ങ് തന്നെ ആയിരിക്കും. ഫേസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫേസ് കറുത്ത നിറത്തിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാറെടുത്ത് പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആനക്കുട്ടന്മാരെ കണ്ടു. ഫാമിലി, അച്ഛൻ, അമ്മ, കൊച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ആനകൾ എപ്പോഴും, അതായത് ചില മൃഗങ്ങളുടെ സ്പീഷീസിലെല്ലാം അമ്മമാരല്ലേ അവരെ നോക്കുക. പക്ഷേ ഇതിൽ ഞാൻ അധികം ആനേൻ്റെ കാണാറുണ്ട് അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിട്ടായിരിക്കും കേട്ടോ. ഇതാരോ നോക്കൂ, ഇതാണ് നമ്മുടെ ഇന്ത്യൻ വൈൽഡ് ഗോർ, ബൈസൺ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വൈൽഡ് ഗോർ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ കാണാൻ കിട്ടാറുള്ളൂ കേട്ടോ. ഇവിടെ ഊട്ടിയിൽ നിറയെ കാണാം, പക്ഷേ മസിനഗുഡിയിൽ വളരെ കുറവാണ് കേട്ടോ. ഇപ്പോൾ തന്നെ കാണാൻ പറ്റിയത് ഭാഗ്യം. എനിക്ക് തോന്നുന്നു മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഓരോ വെതർ ആകുമ്പോൾ.
പിന്നെ ദാ ഇവരുടെ കളി കണ്ടോ? ഇത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ആണ് കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിൽ ഫുഡ് ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് വന്ന് തട്ടിപ്പറിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം സൂക്ഷിക്കണം. പിന്നെ മറ്റേ ഫുഡ് ഐറ്റംസ്, കവർ അതൊന്നും ക്യാരി ചെയ്യാതെ പോകുന്നതാണ് നല്ലത്. പിന്നെ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് നോക്കുന്നതോ വീഡിയോ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് കുറേ പേര് എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ബൈ.